നമുക്ക് ഹാവും ആസും പഠിച്ചാലോ. രണ്ടിൻ്റെയും അർത്ഥം ഉണ്ട് എന്നാണ്. നമുക്ക് ആദ്യം ഹാവ് എവിടെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഐ, യു, ദേ, വി എന്നിവയ്ക്കൊപ്പമാണ് ഹാവ് യൂസ് ചെയ്യുക. നമുക്ക് സിമ്പിളായി ഓർമ്മിക്കാൻ അയ്യോ ദേവി എന്ന് ഓർമ്മിച്ചാൽ മതി. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഐ ഹാവ് എ ബുക്ക്, എനിക്ക് പുസ്തകം ഉണ്ട്. യു ഹാവ് എ പെൻ, നിനക്ക് ഒരു പേനയുണ്ട്. ദേ ഹാവ് എ കാർ, അവർക്ക് ഒരു കാറുണ്ട്. വി ഹാവ് എ ഹൗസ്, ഞങ്ങൾക്കൊരു വീടുണ്ട്. ഇതാണ് ഹാവിൻ്റെ യൂസേജ്. ഓർമ്മിക്കുക, അയ്യോ ദേവി. അടുത്താണ് ഹാസ്. ഷീ, ഹി, ഇറ്റ് എന്നിവയ്ക്ക് നമുക്ക് ആസ് ഉപയോഗിക്കാം. നമുക്ക് ഇത് സിമ്പിളായി ഓർമ്മിക്കാൻ ഷീറ്റ് എന്ന് ഓർമ്മിച്ചാൽ ഷീറ്റ്. ഷീ, ഹി, ഇറ്റ് ഇതിൻ്റെ ഒപ്പരമാണ് ആസ് ഉപയോഗിക്കുക. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഷീ ഹാസ് എ ബാഗ്, അവൾക്കൊരു ബാഗുണ്ട്. ഹി ഹാസ് എ ബൈക്ക്, അവനൊരു ബൈക്കുണ്ട്. ഇറ്റ് ഹാസ് എ ടെയിൽ, അതിനൊരു വാലുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഏതൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഹാവ് ഉപയോഗിക്കുക, ഏതൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ആസ് ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടെ ചേർന്നോളൂ.